ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ തറവാട് ക്ഷേത്രത്തിലുള്ള ഉത്സവം തെറേൻ്റെ വിശേഷങ്ങൾ. ഇത് കുറച്ച് മുൻപേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഒരു ഫെബ്രുവരി മാസത്തിലാണ് അവിടെ തെറ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അന്നേരം അപ്ലോഡ് ചെയ്യാത്ത വെച്ചത് കണ്ടിന്യൂ ഈ തെറയും ഉത്സവമായിരുന്നു ആ സമയത്ത് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റി വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ക്ഷേത്രത്തിലെ തെറേൻ്റെ ഒന്നാമത്തെ ദിവസം രാത്രിയാണ്. അപ്പോൾ ഇത് കലശം കൊണ്ടുവരിക എന്ന് പറയും. മുത്തപ്പൻ്റെ തെറ വെള്ളാട്ടം നടക്കുന്ന സമയത്ത് കലശം സ്വീകരിക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ കുറച്ച് മുൻപേ ഉള്ള വീഡിയോ ആയതുകൊണ്ട് അധികം വോയിസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ തലേന്നൊന്നും പോവാറില്ല. പിറ്റേന്ന് ശരിക്കും തെറയുള്ള ദിവസമാണ് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോവുക. കുറച്ചധികം ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇന്ന് തലേന്ന് പോയതിന് കാരണം അവിടെ അന്ന് രാത്രി മുത്തപ്പൻ്റെ തെറ എൻ്റെ അമ്മ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയും കഴിപ്പിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മാമനും കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേർച്ചയായിരുന്നു മുത്തപ്പൻ്റെ തെറ. അപ്പോൾ ഞങ്ങളില്ലാണ്ട് അത് കഴിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ പോയത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റോട്ട് ഞങ്ങൾ തെറയും മുത്തപ്പൻ്റെ തിരുമുടി അഴിക്കുന്നതും ഒക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുത്തപ്പൻ്റെ തെറ നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് തെറ കഴിയുന്ന സമയം അവിടെയുള്ള കുട്ടികളെ ഡാൻസ് പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ബാക്കിലോട്ടായിരുന്നു. അപ്പോൾ പറ്റുന്നത് പോലെ അതിൻ്റെ വീഡിയോ കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ട് സഹകരിക്കുക. ലാസ്റ്റ് വരെ ഒന്ന് കാണുക. മുത്തപ്പൻ്റെ തിരുമുടി അഴിക്കുന്നതൊന്നും നമ്മൾ കണ്ണൂർ കാസർഗോഡൊക്കെയാണ് അധികം ഇതെല്ലാം കാണാൻ പറ്റൂ. കുറച്ച് വേറെ ജില്ലക്കാർക്ക് ഇതെല്ലാം ഒരു പുതുമ തന്നെയായിരിക്കും. അപ്പോൾ ലാസ്റ്റ് വരെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വോയിസ് ഓവർ കണ്ടിന്യൂ കൊടുക്കാത്തത് എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മോളെ കണ്ടു നിങ്ങൾ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ രാത്രി ഇങ്ങനെ ഓരോ വെള്ളാട്ടം, ഓരോ തെയ്യത്തിൻ്റെ വെള്ളാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ വരെ അത് വെള്ളാട്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അടുത്ത കാണാൻ പോകുന്നത് ഞങ്ങൾ കഴിപ്പിച്ച മുത്തപ്പൻ്റെ വെള്ളാട്ടമാണ്.